Rotational motion എന്നുള്ള മറ്റൊരു simple question. When a ceiling fan is switched on, it makes 10 revolutions in the first 3 seconds. 10 revolutions ആണ് ആദ്യത്തെ 3 സെക്കൻഡ്സിൽ കേട്ടോ. Assuming a uniform angular acceleration, how many rotations will it make in the next 3 seconds? ഇത് പെട്ടെന്ന് ചെയ്യാനായ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഗലീലിയോസ് റേഷ്യോ ഓഫ് ഓഡ് നമ്പേഴ്സ്. അതായത് ഒരു ആക്സിലറേറ്റഡ് ബോഡി ഈക്വൽ ഇന്റർവെൽസിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസസ് x1 is to x2 is to x3 എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സിന്റെ റേഷ്യോയിലായിരിക്കും. 1 is to 3 is to 5. അതായത് ഒരു ബോഡി താഴേക്ക് വീഴാന്ന് കരുതാം. അത് ആദ്യത്തെ ഒരു സെക്കൻഡിൽ 1 മീറ്റർ കവർ ചെയ്താൽ അടുത്ത ഒരു സെക്കൻഡിൽ അത് 3 മീറ്റർ കവർ ചെയ്യും, അടുത്തൊരു സെക്കൻഡിൽ അത് 5 മീറ്റർ കവർ ചെയ്യും. അപ്പോൾ ഈക്വൽ ഇന്റർവെൽസിൽ ഈ ഡിസ്റ്റൻസസ് കവേർഡ് എന്ന് പറയുന്നത് ആർ ഇൻ ദ റേഷ്യോ 1 is to 3 is to 5 ആണ്. ഇതേ കാര്യം നമുക്ക് സർക്കുലർ മോഷനിലും അപ്ലൈ ചെയ്യാം. ഇവിടെ ആംഗിൾസ് കവേർഡ് ആണ് കേട്ടോ. അപ്പൊ ആംഗിൾസ് കവേർഡ് എന്ന് പറയുന്നത് യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ആംഗിൾസ് കവേർഡ് എന്ന് പറയുന്നത് എന്ത് റേഷ്യോയിലായിരിക്കും? 1 is to 3 is to 5 ഓക്കെ, പ്രൊവൈഡഡ് ആ കാണുന്ന ടൈം ഇന്റർവെൽസ് എല്ലാം ഈക്വൽ ആണെങ്കിൽ. ഇനി ക്വസ്റ്റിലേക്ക് നോക്കിക്കേ. ഇവിടെ 10 റെവല്യൂഷൻസ് ആദ്യത്തെ 3 സെക്കൻഡ്സിൽ, അടുത്ത 3 സെക്കൻഡുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ അടുത്ത 3 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഇന്റർവെൽ തന്നെയാ അല്ലെ. ഇത് ആദ്യത്തെ 3 സെക്കൻഡ് പിന്നെയും 3 സെക്കൻഡ് തന്നെയാണ്. അപ്പൊ അവർ ഏത് റേഷ്യോയിലായിരിക്കും? 1 is to 3 is to 5 ആയിരിക്കും അല്ലെ. അപ്പോ ഒന്നാമത്തെ ആംഗിള് അവർ പറയുന്നത് എത്ര റൊട്ടേഷൻസ് ആ? 10 റെവല്യൂഷൻസ് ആണ് അല്ലെ. അപ്പൊ രണ്ടാമത്തെ കേസിലോ 3 ടൈംസ് ആയിരിക്കും, 3 times 10 അല്ലെങ്കിൽ 30 റെവല്യൂഷൻസ് ആയിരിക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ സി. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. 1 is to 3 is to 5 റേഷ്യോസിലായിരിക്കും. ആദ്യത്തെ 3 സെക്കൻഡിൽ അത് 10 റൊട്ടേഷൻസ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത 3 സെക്കൻഡിൽ 3 ഇരട്ടി 30 റൊട്ടേഷൻസ് കവർ ചെയ്യും, റെവല്യൂഷൻസ്. അടുത്ത 3 സെക്കൻഡ്സിൽ 50 റെവല്യൂഷൻസ് കവർ ചെയ്യും. അങ്ങനെ ഓഡ് നമ്പറിന്റെ റേഷ്യോയിലായിരിക്കും ഇത് പോവുക.